കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ബൊറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള 24ൻ്റെ മലയാളം മാങ്ക എക്സ്പ്ലനേഷനാണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് ഉസുമാക്കി കവാക്കി എന്നാണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബൊറുട്ടോ ഫാൻസ് എല്ലാം തന്നെ നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ കവാക്കിനാണ് കാണിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, എന്ത് സാൻ വില്ലേജിൽ ഒരു മിഷനോ? അതെ, നീ എത്രയും പെട്ടെന്ന് തന്നെ ആമഡ് എടുക്കെ നിന്റെ ലിമിറ്റേഴ്സ് റിമൂവ് ചെയ്യാൻ പറയണം. അത് കഴിയാൻ നേരത്ത് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്താൽ നേരെ സാൻഡിലേക്ക് വേണം. അവിടെ ആയിട്ട് സാർദേയും ബാക്കിയുള്ളവരും കാണും, അവർ നീ ഹെൽപ്പും ചെയ്യണം. നീ വന്നു കഴിയാൻ നേരത്ത് എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് വരുന്നതായിരിക്കും. സോ ഞാൻ വരുന്നതുകൊണ്ട് തന്നെ ജൂറയും അതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. നീയും കൂടെ ഉള്ള കാരണം നമുക്ക് ചെറിയൊരു ചാൻസ് അവിടെ കിട്ടിയേക്കാം. എങ്ങനെ കിട്ടാൻ? നീ തന്നെ കണ്ടതല്ലേ, ഞാനും അവനെ നന്നിട്ട് തന്നെ കണ്ടതാ. അതത്ര എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ശരിയാണ്, അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ ഇത് വെച്ചോ. എന്തായാലും നമ്മൾ ആ ഫൈറ്റിൽ ജയിക്കാനല്ല നോക്കുന്നത്, പകരം സർവേ ചെയ്യാനാണ് നോക്കുന്നത്. അവനോട് വരാൻ നേരത്ത് നമ്മൾ ഏറ്റവും നല്ല റിയലിസ്റ്റിക് ആയുള്ള വേ എന്ന് പറയുന്നത് അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്ലൈയിങ് റൈജിങ് യൂസ് ചെയ്ത് രക്ഷപ്പെടാനാണ് ഏറ്റവും നല്ല ചാൻസ്. പക്ഷേ അതത്ര എളുപ്പമല്ല, അതും പ്രത്യേകിച്ച് ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത്. എന്തായാലും ഈ ഒരു മെറ്റൽ പീസിനകത്ത് ഞാൻ എൻ്റെ ചാക്ര ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് എനിക്ക് ഒരിക്കലും അത്രയും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. സോ നീ വന്നു കഴിയാൻ നേരത്ത് ഞാൻ വേണം കുറച്ച് ടൈം നിനക്ക് ബൈ ചെയ്യാനായിട്ട്. ഈ സമയത്ത് പെട്ടെന്നായിരുന്നു നമ്മുടെ ജൂറ അവൻ്റെ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നത്. പക്ഷേ കവാക്കയുടെ പുള്ളിക്കാരനെ കർമ്മ യൂസ് ചെയ്ത് അതങ്ങോട്ട് വലിച്ചെടുക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ജൂറ അവിടുന്ന് അപ്രത്യക്ഷനായി. എന്നിട്ട് നേരെ കവാക്കയുടെ ബാക്കിൽ വന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കവാക്കി പെട്ടെന്നായിരുന്നു ആ വലിയ ബ്ലോക്സിനെ അവിടേക്ക് സമൺ ചെയ്യുന്നത്. ആ ബോക്സ് എല്ലാം കൂടെ അവൻ്റെ മെത്തി വീഴുന്നുണ്ട്. സോ കവാക്കിനെ കാണാതെ അവനവിടെ നിൽക്കുന്ന അടുത്ത സെക്കൻഡ് കവാക്കി പെട്ടെന്ന് അവൻ്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു അറ്റാക്ക് ജൂറ ചെയ്യുന്നുണ്ടെങ്കിലും കവാക്കി തൻ്റെ കയ്യിലുണ്ടെന്ന റോഡ് കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് അവർ ബാറ്റിൽ ചെയ്യുന്നത്. ആ ഫൈറ്റിനിടയ്ക്ക് പെട്ടെന്ന് കവാക്കിക്ക് ഒരു ഓപ്പണിംഗ് സെൻസ് ചെയ്യാൻ സാധിച്ചു. അടുത്ത സെക്കൻഡ് തന്നെ ജൂറുടെ കൈ തട്ടി മാറ്റിയിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് ആ റോഡ് അങ്ങോട്ട് കുത്തി ഇറക്കുന്നുണ്ട്. അത് കഴിയുന്നത് തൻ്റെ കർമ്മ യൂസ് ചെയ്ത് അവൻ്റെ ശരീരത്തിൻ്റെ കുറച്ചധികം പൊട്ടിച്ച് കളയുന്നുണ്ട്. ഇത് കാണുന്ന ജൂറിയും ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട്. പക്ഷെ കവാക്കിയായിട്ട് അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. അടുത്ത സെക്കൻഡ് തന്നെ ഒരു അറ്റാക്ക് ചെയ്ത് അവനെ നേരെ ദൂരത്തേക്ക് ഇടുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബൊറുട്ടനെ കാണാൻ സാധിക്കും. ബൊറുട്ടയുടെ കയ്യിലായിട്ട് ആ ഒരു കർമ്മ ആക്ടിവേറ്റ് ആകുന്നുണ്ട്. കവാക്കി കോൺസ്റ്റന്റ് ആയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും അത് മാത്രമല്ല കവാക്കി അതിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ബൊറുട്ട കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്താട്ടെ ജൂറയുടെ പരിപാടി ഒന്നും തീർന്നിരിക്കുകയാണ്. ജൂറയുടെ അവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഇതെല്ലാം നമ്മുടെ കവാക്കിയുടെ കണ്ണിലൂടെ നമ്മുടെ ആമയുടെയും അതേപോലെ ക്ലാസ് ട്രിപ്പും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ജൂറ അവന്റെ പോക്കിൽ നിന്ന് ഒരു പുസ്തകം പുറത്തേക്ക് എടുക്കും. കവാക്കിക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല. എന്നിട്ട് അവൻ വായിക്കുന്നുണ്ട്, ഉസുമാക്കി കവാക്കി, നിന്റെ കോമ്പാറ്റ് എബിലിറ്റീസ് നേരത്തെ അപേക്ഷിച്ച് നോക്കാനത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്, അതും ഒരു ഷോർട്ട് എമൗണ്ട് കൊണ്ട്. ഉസുമാക്കി ഹിമവാരി അവളും അതുപോലെ തന്നെയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്ത് അവളുടെ പവേഴ്സ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അവൾ മാത്രമല്ല, ഊച്ചിക സാറതയും അവളുടെ മങ്കിക്ക് ഷറിങ്ങാൻ്റെ പവേഴ്സ് അവേക്കൺ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് നമ്മുടെ ക്ലാസ് റബ് ഞെട്ടുന്നുണ്ട്. കാര്യം പുള്ളിക്കാരിയും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ആൻഡ് ഇത് നിങ്ങൾ അച്ചീവ് ചെയ്ത ഓരോരുത്തർക്കും അൺയൂഷ്വലായ പല സിറ്റുവേഷൻസും അൺയൂഷ്വലായ പല സർക്കംസ്റ്റാൻസസ് വന്നപ്പോൾ മാത്രമാണ് അച്ചീവ് ചെയ്തത്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഞാനിവിടെ പറഞ്ഞു വരുന്നത് ലവിനെ പറ്റിയാണ്, ആ ഒരു പാഷനേറ്റിനെ പറ്റിയാണ്. അതല്ലേ നിങ്ങളെല്ലാവരെയും ചേഞ്ച് ചെയ്യുന്നത്? ഒരു ഡൗട്ടും ഇല്ല, ഈ ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഏറ്റവും വീക്ക്നെസ്. നിങ്ങളുടെ മനുഷ്യരുടെ ഏറ്റവും വീക്ക്നെസ് ഈ ലവ് ആണ്. പക്ഷെ ആ ഒരു ലവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയുള്ള പല എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. സോ കവാക്കി, എന്താണ് നിന്റെ അഭിപ്രായം? അത് കേൾക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് കവാക്കി എൻ്റെ കൈ ഉയർത്തിട്ട് പറയുന്നുണ്ട്, നീ ഒത്തിരിയധികം സംസാരിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ലായിരുന്നു, മാസീവ് ആയിട്ടുള്ളൊരു എക്സ്പ്ലോഷൻ തന്നെയായിരുന്നു. സോ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് കവാക്കി ഓർത്ത് അവിടെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു എക്സ്പ്ലോഷൻ്റെ അകത്തുനിന്ന് കുറച്ചധികം വലിയ എന്താ പറയുക വേരുകൾ മുകളിലേക്ക് പൊങ്ങി വരുന്നത്. അതെല്ലാം നമ്മുടെ ജൂറിനെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ജൂറായിട്ട് റാപ്പിഡായിട്ട് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നുണ്ട്, നീ എന്തിനാണ് വെറുതെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചാൽ മാത്രം പോരെ. പക്ഷെ നീ ബൊറുട്ടനെ രക്ഷിക്കാൻ വന്ന് അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം നിനക്ക് ആകെപ്പാട് ഈ ലോകത്ത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ഒരാളെ മാത്രമാണ്, അത് നറൂട്ടോ ഉസുമാക്കിനെയാണ്. പക്ഷേ ഞാൻ കുറച്ചു മുമ്പ് കൊണോഹയിലേക്ക് ചെന്നപ്പോൾ എനിക്കവനെ കാണാൻ സാധിച്ചില്ല. ഞാൻ അറിഞ്ഞത് അവൻ മരിച്ചു പോയതാണ്. പക്ഷേ നിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, കവാക്കി, നറൂട്ടോ ഉസുമാക്കി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ വായിച്ചെടുക്കുന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല എനിക്ക് അത്ര നന്നായിട്ട് കള്ളം പറയാനും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം,
അവനെ എനിക്ക് വേണം, എനിക്ക് അവനെ കൺസ്യൂം ചെയ്യണമെന്നുണ്ട്. ഞാൻ കേട്ടത് വെച്ച് നോക്കാൻ നേരത്ത് ബിജോസുമായിട്ട് അവൻ വലിയൊരു ബോണ്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും ഒത്തിരിയധികം ബിജോസുമായിട്ട്. സോ അതെന്താണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കും ഈ ലവിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായേക്കാം. ഇത് കേട്ടതും കവാക്കിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവനൊന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്നായിരുന്നു ബൊറൂട്ടോ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കടാ, ഞാൻ കുറച്ചധികം താമസിച്ചു പോയി, പക്ഷേ കുഴപ്പമില്ല, ഞാൻ നല്ല സിമ്പിളിലേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ അവനും വന്ന് ഇനി എന്തായാലും നമ്മളിവിടെ സംസാരിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കവാക്കി, പക്ഷേ എനിക്കൊരു കാര്യം നിന്നോട് പറയണമെന്നുണ്ട്. ഈ സമയത്ത് ബൊറൂട്ടോയുടെ കവാക്കിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, നീ ഒന്ന് നിൽക്കി, എനിക്ക് അവനോട് ഒരു കാര്യം പറയാനുണ്ട്. ഹേയ് ജൂറ, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഈ ലവ് എന്താണ് കുന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാനൊരു കാര്യം പറയാം. നീ ലോർഡ് സെവന്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിന്റെ വർണ്ണം അതെൻ്റെ കൈ കൊണ്ടായിരിക്കും. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. സോ അതത്ര അമ്യൂസിങ് ആണല്ലേ, നീ അത് ഡയറക്റ്റ് എന്നോട് പറയുന്നുണ്ട്. എന്തായാലും കവാക്കി, നിന്നോട് സംസാരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് എന്തായാലും ഇനിയും കണ്ടുമുട്ടണം. പക്ഷേ ആ സമയത്ത് വളരെ കൂളായിട്ട് തന്നെ നമ്മുടെ കവാക്കി ജൂറക്ക് ഒരു മിഡിൽ ഫിംഗറും കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ കോണഹമറും ബാക്കിയുള്ളവർ ബോർട്ടോടെ ആ ഒരു സിമ്പിൾ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അവരതും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ എല്ലായിട്ട് പറയുന്നുണ്ട്, നീ അവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ കോണഹോറിൻ്റെ മുഖത്ത് ഒരാൾ ചവിട്ടിയിട്ടുണ്ട്. അത് മറ്റാരുമില്ലെന്ന് കവാക്കിയായിരുന്നു. അവരവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അവനിടയ്ക്കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്, നിനക്ക് നോക്കാമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബോർഡോടെ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ. അല്ല മാസ്റ്റർ, താങ്കളുടെ ഇപ്പോഴും ആ ഒരു ത്രോൺ സോൾ ബൾബുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കോണഹോയിലേക്ക് പോകണം. പിന്നെ കാണിക്കുന്നത് ഈടേനാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട്, സോ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലല്ലേ നടന്നത്. ശരിയാണ്, പക്ഷേ അതത്ര പ്രൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് കൂടുതൽ ഡേഞ്ചറസ് ആയിരുന്നു. ഈവൻ ഈ ഒരു ഫ്യൂച്ചറിനെ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നതിൻ്റെ തൊട്ട് വക്കത്തെത്തിയതാണ്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഏടാ, മറ്റൊരു കാര്യം കൂടെ എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ കുറച്ചുകൂടെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഇത് വെച്ച് നോക്കിയിട്ട് മാമുഷി അവൻ്റെ മൂവിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അവൻ്റെ ടാർജറ്റ് ആരെന്നറിയാമല്ലോ, അത് നീ തന്നെയാണ്. സോ നീ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് അവിടെ ജൂറി എന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹിഡാരി ചോദിക്കുന്നുണ്ട്, നിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചേഞ്ച് ആയോ? അത് മറ്റൊന്നും കൊണ്ടല്ല, കവാക്കി എന്നെ പ്രേസ് ചെയ്തു. ഇത് കേൾക്കുന്നവൻ പറയുന്നുണ്ട്, നീ പറഞ്ഞു വെച്ച് നോക്കിയിട്ട് എനിക്കിവിടെ ഒരു വാക്കാണ് യൂസ് ചെയ്യാൻ തോന്നുന്നത്. അതേതാണ്? ഡിസ്കസ്റ്റിംഗ്. ഇത് കേൾക്കാനകത്ത് ജൂറയുടെ ഫേസ് മാറും. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ വരാനകത്ത് നമ്മൾ അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.